മാതാപിതാക്കളോട് പറയുകയാണ്, എടാ വാപ്പാ നീ ഇതുപോലെയാകണം, ഈ സ്വഹാബിയെ പോലെ നീയാക്. ഒരു വീട്ടിലെ വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം സർവ്വ കാര്യങ്ങളും. പണമുണ്ടാകാനുള്ള എളുപ്പവഴിയെ കുറിച്ച് വാപ്പ മക്കളോട് പറയുകയാ. ഉമ്മ ചെറുപ്പത്തിലെ മക്കളോട് പറയുകയാണ്, നല്ലതുപോലെ പഠിക്കണം, നല്ല ഭാവി ഉണ്ടാകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ലതുപോലെ സമ്പാദിക്കണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പറയുന്നത് 10 വയസ്സുകാരനോടാ. എന്തൊരാർത്തിയാവുമ്മ, എന്തൊരാർത്തിയാവുമ്മ. മക്കളെ സ്നേഹിക്കാൻ സമയമില്ലല്ലോ. ഒരു ചെറിയ കുട്ടി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, ഉസ്താദേ എനിക്ക് സമാധാനമില്ല, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് സമാധാനമില്ല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ വാപ്പയും ഉമ്മയും പഠിക്കേ 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 24 മണിക്കൂറും എനിക്ക് സമാധാനം തരുന്നില്ല, നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, ഖുർആൻ ഓതാൻ അനുവദിക്കുന്നില്ലോ, എന്നെ അവര് വല്ലാതെ പീഡിപ്പിക്കുകയാ. ഉസ്താദെന്ന് ദുആ ചെയ്യണേ, ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് ഈമാൻ കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. കഞ്ചാവ് കച്ചവടം ചെയ്യാൻ നിന്റെ മകൻ പോകാനുള്ള കാരണം നീയാ, നിന്റെ ആർത്തിയാ, നിന്റെ അത്യാഗ്രഹമാ, നിന്റെ പൊന്നാര മക്കളുടെ ഭാവി തൊലച്ച് കളഞ്ഞത്. എന്റെ മാതാപിതാക്കൾക്ക് പഠിക്കാനൊരു ചരിത്രം പറയട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പണ്ടത്തെ കാലത്ത് കൊച്ചുമക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് നല്ല നല്ല ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് വാപ്പ പറയാ, നല്ല പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല ജോലി വേണം, നല്ല പൈസ വേണം, ജീവിക്കണമെങ്കിൽ പണം വേണം. അതുകൊണ്ടാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ കഞ്ചാവ് കച്ചവടത്തിനകത്തായത്. അള്ളാഹു കാക്കുമാറാകട്ടെ. തൊലച്ചു കളയാ മാതാപിതാക്കൾ. എങ്കിലൊരു വാപ്പ എങ്ങനാകണം, എങ്ങനാകണം ഒരു വാപ്പ? നീ അള്ളാഹു വന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബ് നിനക്ക് തരുന്ന ഒരൊറ്റ പ്രതിഫലം. ഈ ചരിത്രം കേട്ടാ മതി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തിരുന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് വഴിയിലൂടെ. ഒരു പാവപ്പെട്ടവനായ സഹാബി ഇങ്ങനെ നടന്നു പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ ചോദിച്ചു, നബിയെ ആ പോകുന്നത് അബൂദറല്ലേ? ആ പോകുന്നത് അബൂദറല്ലേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, അത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ആരാ? ജിബ്രീൽ എന്ന മലക്ക പറയുന്നത്, ആ പോകുന്നത് അബൂദറല്ലേ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ഭുതം. ഞാൻ പേര് പറഞ്ഞില്ല, പിന്നെ എങ്ങനെ അറിയാം അബൂദറിനെ? ആ പാവപ്പെട്ട സഹാബി എങ്ങനെ നിനക്കറിയാം? നബി എനിക്ക് മാത്രമല്ല, ഇന്നഹു ലഫീ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. നബി 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ആ സഹാബിയുടെ പേര് പറഞ്ഞു തരും. അത്രയ്ക്കും വലിയ അറിയപ്പെടുന്ന സഹാബി. അള്ളാഹുവിന്റെ ആകാശ ലോകത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, എന്നോടല്ല ആരോട് ചോദിച്ചാലും ഈ സഹാബിയുടെ പേരും പറഞ്ഞു തരും. ഈ സഹാബി എല്ലാവർക്കും അറിയാം. അത്രയ്ക്കും പരിചയം, അത്രയും അറിയപ്പെടുന്ന സഹാബിയാണ് ഈ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എങ്ങനെ ജിബ്രീലേ, എങ്ങനെ അബൂദറിന്? അല്ലാഹുവിന്റെ മലക്കുകൾ പോലും, ആകാശ ലോകത്തുള്ള മലക്കുകൾ പോലും അബൂദർ ഗിഫാരി അറിയാമായിരുന്നു, അവിടുത്തെ പേര് പറയുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ, എങ്ങനെയാണ് ജിബ്രീൽ എന്റെ അബൂദറിന് എങ്ങനെയാണ് മലക്കുകൾക്ക് പരിചയമുണ്ടാവുക? എങ്ങനെയാണ് അവരറിയപ്പെട്ടത്? അവിടുന്ന് പറഞ്ഞു, നബിയേ ഈ സ്വഹാബിയ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ, ഈ സഹാബിയ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാ. കാരണം എന്തെന്നറിയുമോ? വല്ലാത്ത പരിത്യാഗിയാ. പടച്ചവനെ, ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയില്ല, പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹമില്ല. പടച്ചവനെ, പാവപ്പെട്ടവനായിരുന്നു, അന്ന് കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനായിരുന്നു. അത്യാഗ്രഹമില്ല, ആർത്തിയില്ല, വളർന്ന വഴി നോക്കാറില്ല, അല്ലാഹു കൊടുത്തത് കയ്യിൽ വെക്കാറില്ല.
അബൂദർ റളിയല്ലാഹു തആല അൻഹു പാവപ്പെട്ട സ്വഹാബിയാട് എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അത് പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാറില്ല. മഹാനവരുടെ ചരിത്രം എടുത്ത് നോക്ക്. ആരെങ്കിലും സമ്പാദ്യം കൂട്ടിവെച്ചാൽ, ആരെങ്കിലും ഒരു വലിയ വീട് പണിതാൽ അവിടെ ചെന്ന് നിന്നിട്ട് പറയും, അല്ലാഹു നാളെ നിന്റെ കഴുത്തിലിടുമടാ. ഈ കൂട്ടിവച്ചിരിക്കുന്നത് മുഴുവനും അല്ലാഹു നിന്റെ കഴുത്തിലും മാലയായിട്ട്, തീയുടെ മാലയായിട്ട് അല്ലാഹു നിങ്ങളുടെ കഴുത്തിലിടുമെന്ന് വീടും നാടും മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. സ്വഹാബികളുടെ മുത്തുനബിയുടെ മുന്നിൽ പോയി പരാതി പറഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാണ്, എല്ലാ വീടിന്റെ മുന്നിലും പോയി വഅദ് പറയുന്നത് കാരണം, പിടിച്ചു പറിച്ച പാപങ്ങൾക്ക് കൊടുക്കുന്നത് കാരണം അവിടുന്ന് നാട് കടത്തിയെന്ന ചരിത്രം പറയുകയാ. ഈ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ? അവസാനം അവിടുന്ന് നാട് കടത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം കഴിഞ്ഞു. ഉമർ തങ്ങൾ, അബൂബക്കർ തങ്ങളുടെ കാലം കഴിഞ്ഞു. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലം കഴിഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാണ്, ഈ സഹാബി അവസാനം നാട് കടത്തി ഒറ്റയ്ക്ക് മരുഭൂമിയിൽ പോയി വീട് വെച്ചിട്ട് താമസിക്കുകയാണ്. അവിടെ ഇങ്ങനെ താമസിക്കുമ്പോ മരണമെടുക്കുകയാ. തന്റെ സക്കറാത്ത് അടുത്ത് വന്നപ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ചെറിയ മക്കളെ വിളിക്കുകയാണ്, തന്റെ ഭാര്യയെ വിളിക്കുകയാണ്. അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, മക്കളെ വാപ്പാനെ വെറുപ്പാണോ? ഉപ്പാനോട് ദേഷ്യമാണോ? വാപ്പാനെ നിങ്ങൾ വെറുക്കല്ലേ? വാപ്പാനെ നിങ്ങൾ ശപിക്കല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ പാവപ്പെട്ടവനാണ്. ഉപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, എല്ലാ പാപങ്ങൾക്ക് കൊടുത്തു. എന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ഞാനൊന്നും നാളത്തേക്ക് മാറ്റി വെക്കാറില്ല. എല്ലാം ഞാൻ പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറയുന്നു, മക്കളെ വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഞാൻ മരിച്ച കഫം തുണി വാങ്ങാൻ ഒരു ദിർഹം പോലും എന്റെ വീടിന്റെ അകത്തില്ല മക്കളെ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, മോനെ വാപ്പ മരിച്ച വാപ്പായിക്ക് കഫം തുണി വാങ്ങാൻ 5 നയാ പൈസ വാപ്പയുടെ കയ്യിലില്ല. ഒരു കീറാത്ത വസ്ത്രം ഈ വീടിന്റെ അകത്തില്ല. ഉപ്പാന് കഫം തുണിയാര്, ഉപ്പാന് കഫം പൊതിയാര്, കീറാത്ത ഒരു തുണി ഈ വീടിന്റെ അകത്തില്ല. ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ടല്ലോ, വാപ്പായിക്ക് ജോലി എന്താണെന്ന് നീ ഇന്നുവരെ നിന്റെ പൊന്നുമക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാര് മരിച്ചുപോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം താഴെ വീണ ഭക്ഷണം എടുത്തു പാത്രത്തിൽ ഇട്ട് തന്നിട്ട് നമ്മുടെ ഉമ്മ പറഞ്ഞു തരും, മോനെ ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചതാ, കളയല്ലേടാ. അതിന്റെ വില എന്താണെന്ന് നമ്മുടെ ഉമ്മമാര് പഠിപ്പിച്ചു തരുമായിരുന്നു. ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനല്ല. അന്യനാട്ടിൽ കിടന്ന് പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നവര്, നിന്റെ ജോലി എന്താണെന്ന് നീ നിന്റെ മക്കളോട് പറയാറില്ല. ഫോണ് വേണോ, മൊബൈല് വേണോ, എന്ത് വേണമെന്ന്
എന്ന് ചോദിച്ചാലും മുടങ്ങാതെ കൊടുക്കുന്നത് കാരണം അവസാനം തിന്ന് എല്ലിന്റെ അകത്ത് കൊഴുപ്പ് കയറുമ്പോ മറക്കുമടാ ചെറുപ്പക്കാരാ. ഇന്ന് പണം കൂടിയതിന്റെ പലതും കാണുന്നവരല്ലേ, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നവരുണ്ടല്ലോ. പടച്ചവരെ, അമ്പലങ്ങളിലേക്ക് പ്രതിഷ്ഠ കൊണ്ടുപോകുന്നത് പോലെ ഇന്ന് വിവാഹം നടക്കുന്ന വീടുകളിൽ നടക്കുന്ന പേക്കൂത്തുകളെ കണ്ടിട്ടുണ്ടോ? ഈ സമുദായം എന്തേ പഠിക്കാത്തത്? ഇനി എന്ന് നന്നാകാനാ? എവിടെ കൊണ്ട് പറന്നു തീർക്കാനാ? ഈ മനുഷ്യൻ വീണു മരിച്ചു പോകുന്ന കൊറോണ എന്ന് പറയുന്ന രോഗം വന്നിട്ട് പോലും ഈ ഉമ്മത്ത് പഠിച്ചില്ലല്ലോ, ഈ ഉമ്മത്ത് നേരെയായില്ലല്ലോ, ഈ ഉമ്മത്ത് നന്നായില്ലല്ലോ. എങ്ങനാടാ ക്ലോസറ്റിന്റെ കേക്ക് മുറിക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നത്? ഈ സമുദായമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സമുദായം കാണിക്കുന്നുണ്ടോ? അവർക്ക് മരണത്തിന് ശേഷം ജീവിതം, അവർക്ക് പരലോകമില്ലല്ലോ, അവർക്ക് നരകമില്ലല്ലോ. ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ലേ നമ്മള്. കാണിക്കുന്നത് അവര് പോലും ചെയ്യാത്ത പാപമാ. അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാ, നിന്റെ ജോലി എന്താ? നിനക്കൊരു മാസം കിട്ടുന്ന ശമ്പളം എന്താ? മക്കളോട് പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോഴേ മക്കൾക്ക് അതിന്റെ വിലയറിയോ, അതിന്റെ മഹത്വം അറിയോ. അബൂദർ റളിയല്ലാഹു തആല അൻഹു ആ ചെറിയ മക്കളെ വിളിച്ചെടുത്തിരുത്തിയിട്ട് പറയുകയാ, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവരാ, മരിച്ച കഫം തുണി വാങ്ങാൻ ഒരു രൂപ പോലുമില്ല, കീറാത്ത ഒരു വസ്ത്രമില്ല, കീറാത്ത ഒരു വസ്ത്രമില്ല. അല്ല നിങ്ങളെ കൈവിടൂല, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, പടച്ച റബ്ബ് നിങ്ങളെ കൈവിടൂല. അബൂദർ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് തന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളെ കൈവിടൂല. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? വാപ്പ മരിച്ചു കഴിഞ്ഞ മയ്യത്ത് കുളിപ്പിക്കണം, വെള്ള തുണിയിലെടുത്ത് പൊതിയണം, എന്നിട്ട് കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ കൊണ്ടുവെക്കണം. ഈ മരുഭൂമിയിലെ വഴിയില് ഉപ്പാടെ മയ്യത്ത് കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞാരെങ്കിലും വരുന്നത് കണ്ടാ മക്കളവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയ, കയ്യിൽ 5 നയാ പൈസ ഇല്ല, കഫം തുണി വാങ്ങാൻ പൈസ ഇല്ല, കീറാത്ത ഒരു വസ്ത്രവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കഫം തുണി കൊണ്ട് എന്നെ ഒന്ന് കഫം പൊതിഞ്ഞിട്ട് കബറടക്കാർ അവരോട് പറഞ്ഞാ മതി മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, അവിടെന്ന് മരണപ്പെട്ടു, അവിടെന്ന് മരണപ്പെട്ടു. മക്കള് നല്ലതുപോലെ ഉപ്പാരെ കുളിപ്പിക്കുകയാണ്. അവിടെന്ന് ജനാസ കുളിപ്പിച്ചു, മയ്യത്ത് ചുമന്ന് കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെച്ചു. മക്കള് കാത്തിരിക്കുകയാ. അവസാനം റബ്ബേ ഒരു സംഘം നടന്നു വരികയാണ്, ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാണ്. അവിടെന്ന് മക്കള് പറഞ്ഞു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, പാവപ്പെട്ടവനാണ്, തുണി വാങ്ങാൻ പൈസയില്ല, പുതിയ കഫം തുണിയുമില്ല. ഞങ്ങളോട് വസിയത്ത് ചെയ്തത് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിയണമെന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കടേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് പറയുമ്പോ അതിന്റെ നേതാവ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ, അവിടെന്ന് ചിന്തിച്ചു, നാദാ ആരാ അല്ലാഹ് ഇത്രയും ദരിദ്രനായ, ഇത്രയും പാവപ്പെട്ട ഏത് സഹാബിയാ അല്ലാഹ്, കഫം തുണി പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത, പുതിയ തുണിയില്ലാത്ത ഈ സഹാബി ആരാ? അടുത്ത് ചെന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് ഉയർത്തുമ്പോൾ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്
കടക്കുന്നത് അബൂദറിൽ ഗിഫാരി. സൽമാൻ തങ്ങളെ വിളിച്ചു പറയുകയാണ്, സദക്ക റസൂലുള്ളാഹ്, സദക്ക റസൂലുള്ളാഹ്. എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ ഒരിക്കൽ ഒരു യുദ്ധത്തിന് പോകുമ്പോ പറഞ്ഞിരുന്നു, അന്ന് അബൂദർ താമസിച്ചാ വന്നത്. അവസാനം ഓടി വരുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹ് പറഞ്ഞു, സ്വഹാബാ, അബൂദർ തനിച്ചാട്, ജീവിക്കുന്നതും തനിച്ചാട്, മരിക്കുന്നതും തനിച്ചാട്, ഖബറടക്കുന്നതും തനിച്ചാട്, നാളെ പരലോകത്തെ കടന്നു വരുന്നതും തനിച്ച് തന്നെയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നു. അവസാനം ആ സ്വഹാബികൾ അവിടുന്ന് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഫം പൊതിഞ്ഞ് ഖബറടക്കിയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മലക്കുകളാ സ്നേഹിച്ചത്, മലക്കുകളാ സ്നേഹിച്ചത്. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെട്ടവരാ. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, ആർത്തി വേണ്ട, അത്യാഗ്രഹം വേണ്ട, ഈ ദുനിയാവിന്റെ പുറകെ ഓടണ്ട. ഒരുപാട് പേരെ വഞ്ചിച്ചത് ഈ ദുനിയാവാ, ഒരുപാട് പേരെ നശിപ്പിച്ചത് ഈ ദുനിയാവാ, ഒരുപാട് പേരുടെ നരകത്തിലെത്തിച്ചത് ദുനിയാവാ, ഒരുപാട് പേരുടെ ജീവിതം തുലച്ചത് ദുനിയാവാ. ഇതിനൊരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വിലയില്ല പെണ്ണ്. അല്ലാഹുവിന്റെ മുന്നില് ഒരു കൊതുകിന്റെ ഒരു ചിറകിന്റെ വില പോലും ഈ ദുനിയാവിലില്ല. അതുകൊണ്ട് ഇതിന്റെ പുറകെ ഓടല്ലേ, ഇതിന്റെ പുറകെ നീ ഓടല്ലേ. അല്ലാഹു നിനക്ക് 4 പരീക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ദുനിയാവിന്റെ പുറകെ ഓടുന്നവന് അല്ലാഹു കൊടുക്കുന്നത് 4 ശിക്ഷയാണ്. താങ്ങാൻ നിന്നെ കൊണ്ട് പറ്റൂല, താങ്ങാൻ നിന്നെ കൊണ്ട് പറ്റൂല. വെറുതെ നിന്റെ ജീവിതം തുലയ്ക്കരുത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൂ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടൂ. ഈ ദുനിയാവിനെ വലിച്ചെറിയൂ, ഈ ദുനിയാവിനെ പുറങ്കാല് കൊണ്ട് തട്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണം ഒരുപാടുള്ള സമയത്തല്ല സദഖ കൊടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവര് പാവപ്പെട്ടവരെ സഹായിക്കാനാണല്ലോ, യതീമീങ്ങളെ സഹായിക്കാനാണല്ലോ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ഒരു കുടുംബവും ഈ നാട്ടില് വേണ്ട. അവർക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണമല്ലോ. അതിനു വേണ്ടിയാണല്ലോ ഈ പാവപ്പെട്ടവര് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി, നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് കൂടി ഇവിടെ നിന്ന് പിരിയുമ്പോ വെറുതെ പിരിഞ്ഞാ പോരാ. വഅദ് കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞിട്ട് പോയാ പോരാ. നമ്മളെല്ലാവരും എന്തായാലും ഒരു 10,000-2000 പേരെങ്കിലും, 1,000 പേരെങ്കിലും ഇവിടെ ഒരുമിച്ച് കൂടി. വഅദ് അതൊന്നുമില്ല, ഈ ചെവി കേൾക്കും, ഈ ചെവി കൂടെ പോകും. വഅദ് കേട്ട് നന്നാകാനായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായാനെ? വഅദ് പറയുന്നവൻ തന്നെ നന്നായാനെ. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. വഅദ് കേട്ട് നന്നാകാനായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ മൊബൈലിൽ വഅദില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും ഒരു ക്ലിപ്പ് കാണാം. അതിനിടയിൽ പലതും ഉണ്ടെങ്കിലും ഒരു വഅദ് കാണാം, ഇല്ലേ? ഏത് പെണ്ണിന്റെ മൊബൈൽ എടുത്തൊക്കെയും വഅദില്ലേ? ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദ്. നമ്മുടെ ഇന്നത്തെ വഅദ്, പണ്ടത്തെ കാലങ്ങളിൽ വഅദിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുമായിരുന്നു. ഇന്നത്തെ വഅദിന്റെ സദസ്സിൽ ഓനൊന്ന് നിർത്തിയാ മതിയായിരുന്നു. അല്ലാഹ് തലവേദന എടുക്കണതാ. ഒരു പള്ളിയിലെ അച്ഛൻ, ഞാനൊരു കഥ ഇങ്ങനെ പറയും. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷം പള്ളിയിൽ പ്രസംഗിച്ചു, നാട്ടുകാരോട് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. 30 വർഷക്കാലം തൻ്റെ കുഞ്ഞാടുകൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത ഒരച്ഛൻ. അതേ നാട്ടില് ഒരു കള്ളുകുടിയനായ ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. എപ്പോഴും അടിയും ബഹളവും, വലിയ സ്പീഡായി വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ മുന്നിലെത്തി. ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോൾ കള്ളുകുടിയനും ഉണ്ട്, ഓട്ടോക്കാരനല്ലേ, കള്ളു കുടിക്കുന്നവനാണ്. ഓട്ടോക്കാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്കില്ലേ.
അപ്പൊ ഈ കള്ളുകുടിയനായ ഓട്ടോക്കാരനുമുണ്ട്, ഇപ്പുറത്ത് ഈ 30 വർഷം പ്രസംഗം നടത്തിയ അച്ഛനുമുണ്ട്. രണ്ടുപേരെയും നോക്കിയിട്ട് ദൈവം പറഞ്ഞു കള്ളുകുടിയനോട്, പോടാ സ്വർഗത്തിൽ കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ പള്ളിയിൽ അച്ഛൻ ചോദിച്ചു, ദൈവമേ, ഇവനാ നാട്ടിലെ ഏറ്റവും വലിയ കുടിയനും അടിയുണ്ടാക്കുന്നവനും മോശക്കാരനുമായിരുന്നു, ഇവനെയാണോ ആദ്യം സ്വർഗത്തിൽ വിടുന്നേ? ഞാൻ 30 കൊല്ലം നിന്നെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തവനാ. അപ്പൊ ദൈവം പറഞ്ഞു, ഈ 30 കൊല്ലം പറഞ്ഞപ്പോ നാട്ടുകാർ മൊത്തം ഇരുന്ന് ഉറങ്ങുമായിരുന്നു. 30 കൊല്ലം നിങ്ങൾ പ്രസംഗിച്ചപ്പോ ജനങ്ങൾ എന്നെ കുറിച്ചൊന്നും ഓർത്തില്ല, എല്ലാവരും ഉറക്കമൊക്കെ ആയിരുന്നു, അവർക്കൊക്കെ വേറെ വേറെ ചിലതിൻ്റെ. പക്ഷെ ഇവനുണ്ടല്ലോ, ഇവന് സ്വർഗം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഇവൻ കള്ളുകുടിയനാണെങ്കിലും ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയ ഇറങ്ങുന്നത് വരെ ഒറ്റ വാക്കേ പറയൂ, ദൈവമേ 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 കാക്കണേ, ദൈവമേ കാക്കണേ. കാരണം ഇവൻ കള്ളും കുടിച്ചിട്ടാ ഓട്ടോ ഓടിക്കണേ. ഇവന്റെ ഓട്ടോയ്ക്കകത്ത് കയറുന്നവർ മുഴുവനും ദൈവത്തെ വിളിക്കുക. കാരണം എന്തേ? എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതിയെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു അത്രേ, നിങ്ങൾ 30 കൊല്ലം പറഞ്ഞപ്പോൾ ദൈവത്തെ ഓർത്തില്ല, പക്ഷെ ഇവന്റെ വണ്ടി കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ ഓർത്തു, അതുകൊണ്ടാണ് ഇവന് സ്വർഗം കൊടുത്തേന്ന്. അള്ളാഹു അങ്ങനെ നമ്മുടെ എൻ്റെ ഗതി അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞ വയലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വയലുകൾ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ 10,000-ൽ പരം വരുന്ന ആൾക്കാർ മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടി വയല് കേട്ടു. എങ്ങനുണ്ട്? ചിലർ പറയും കൊള്ളാം, ചിലർ പറയും പോരാ, എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഓളം പാട്ടും ബഹളവും ഇതൊക്കെ തന്നെ. എന്തിപ്പാ സമയം പിന്നെ കുറച്ചിങ്ങനെ പോയി ഇതന്നെ. എങ്കിൽ നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പോകുമ്പോൾ ആർക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഗുണം ഉണ്ടാകണം. അതാ, എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ കൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു, നമ്മളെ കണ്ട് ആർക്കെങ്കിലും ഒരു ഗുണമുണ്ടാകണം, ഒരു നന്മ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കൈവക്കുക. ദുനിയാവിലല്ല, സ്വർഗത്തിൽ. ഇതേപ്പാ പൈസ ഒന്നും ചോദിക്കൂല, ചിലർക്ക് പേടി, ഇയാളെ പിരിവ് തുടങ്ങാൻ പോവാന്നല്ല. അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു റബ്ബി സല്ലി അലൈഹി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ നമുക്ക് നിർത്താപ്പ, മണി 12:11 ഒരു 12 മണിക്കെങ്കിലും ചവിട്ടണം. നാളെ എനിക്ക് കർണാടകയില കൊറോണ ടെസ്റ്റ് എടുക്കണം. ഇല്ലടെ എടുത്തൊക്കെ പോണ്. നാളെ കർണാടകയില, അവിടെയൊക്കെ പോകണമെങ്കിൽ കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ ഇന്ന് ദുആ ചെയ്യാൻ പോകും അല്ലാഹുവിന്റെ മുന്നിൽ 3 ദിവസത്തെ വഅദ് കഴിഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കണം. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ആർക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഗുണമുണ്ടാകണം. പാവങ്ങളെ സഹായിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണ്. നമ്മളൊക്കെ റമളാൻ മാസം കടന്നു വരുമ്പോൾ നോമ്പ് തുറക്കാനിരിക്കണ സമയത്ത് നമുക്ക് തന്നെ വസ്വാസ, ഏത് തിന്നണം, ചുട്ടത് വേണോ, കരിച്ചത് വേണോ, പൊരിച്ചതെടുക്കണോ, എന്തൊക്കെ എടുക്കണം, ഇങ്ങനെ വാരി വെച്ചിരിക്കുക ഫുഡ്. നമ്മുടെ മുന്നിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വെച്ചിരിക്കുന്ന ഫുഡ് കണ്ട ഉസ്താദന്മാരൊക്കെ കണ്ണു തള്ളാറുണ്ട്, ഇതിൽ ഏതെടുക്കണമെന്ന്. കോഴിയുണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്, ബീഫുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ചുട്ടത് എല്ലാം ഉണ്ട്, ഒരത്തിയതുണ്ട്, വറുത്തതുണ്ട്, എല്ലാം ഉണ്ട്. എന്നാ നിങ്ങളുടെ നാട്ടില് നോമ്പ് തുറക്കുന്ന സമയം ഒരു കാരക്കയും പച്ചവെള്ളവും കൊണ്ടിരിക്കണ എത്ര പാവങ്ങളുണ്ടെന്നറിയോ? നോമ്പ് തുറക്കാൻ സമയമാകുമ്പോ പടച്ചവനെ, ആ പാവങ്ങൾ എങ്ങനെ കഞ്ഞിയും വെച്ചിട്ടിരിക്ക. അവർക്ക് എത്രയോ പാവങ്ങളുണ്ട് സഹോദരങ്ങളെ. നമുക്കവരെ സഹായിക്കാൻ കഴിയണം, നമുക്കവർക്കൊരു താങ്ങാകാൻ കഴിയണം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റണം. ഈ നാട്ടിലൊക്കെ വിധവകളായ യതീമീങ്ങളായ എത്ര പെൺകുട്ടികളുണ്ട്, പ്രായം കഴിഞ്ഞവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതം സ്വപ്നം കണ്ട് കഴിയുന്ന എത്രയോ യതീമായ മക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മക്കൾക്കൊരു താങ്ങാകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഒരുമിച്ച് കൂടൽ കൊണ്ട് എന്ത് നേടിയെടുക്കാനാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പാപങ്ങളെ സഹായിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും പൈസ ഇറക്കുന്ന പണി പറയുമ്പോൾ വലിയ പേടി, വലിയ പ്രയാസം. പിരിവ് ചോദിക്കാനാകുമ്പോൾ ഓടുമിറങ്ങി, പൈസ ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നേടി? എന്തിനായി വാഴലൊക്കെ? എന്തിനായി വാഴലൊക്കെ? എത്ര ഉസ്താദന്മാര് പഠിപ്പിച്ചു തന്നു. ഖുർആനും ഹദീസും നിന്റെ മുന്നിൽ പറഞ്ഞു തന്നില്ലേ? പാപങ്ങൾക്ക് കൊടുക്ക്. ആ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താ? നന്നാകണമെങ്കിൽ നന്നാക്. നിനക്ക് ബോധമുണ്ടെങ്കിൽ
നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവേ ഈമാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കൂ, ഉസ്താദേ എന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം ഞാൻ തരാ. നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണമുണ്ടല്ലോ, പാവപ്പെട്ട പെൺമക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ട എത്രയോ കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിന് നിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണമോതിരം ഊരിക്കൊടുക്കാൻ പറ്റുമോ? പഴാ സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. പെണ്ണെ, സ്വർണത്തിനേക്കാൾ വലുത് സ്വർഗമാ. കോടികൾ കൊടുത്താ വാങ്ങാൻ പറ്റൂല. പക്ഷേ ചില സമയങ്ങളിൽ ചെയ്യുന്ന സദഖ കൊണ്ട് നിനക്കത് നേടാൻ പറ്റും. അതുകൊണ്ട് ഓടേണ്ടവർക്ക് ഓടാ, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ. ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ. സദഖ കൊടുക്കുന്നവർക്ക് റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, നാളെ യാത്ര പോകുന്ന സഹാബികളുണ്ടല്ലോ. നാളെ രാവിലെ ഒരു സംഘം യാത്ര പോകുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു സഹാബിയുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകൻ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, നാളെ യാത്ര പറയാൻ വരുമ്പോ നല്ലതുപോലെ യാത്ര പറയണേ നബിയേ. ഇനി മടങ്ങി വരില്ല നബിയേ. ആ സ്വഹാബി ഇനി മടങ്ങി വരില്ല. ഇത് അവസാന യാത്രയാണ്, ഇത് അവസാന യാത്രയാണ്. നല്ലതുപോലെ യാത്രയാക്കി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവേ സുബഹി നമസ്കാരം കഴിഞ്ഞു. സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് യാത്ര പറയുകയാണ്. അവസാനം വരുന്നതാരെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുകയാ. കാരണം വല്ലാത്ത സ്നേഹമാ. ആ സ്വഹാബിയോട് റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്. ഈ സ്വഹാബി യാത്ര പറയാൻ വന്നപ്പോ റസൂലുള്ളാഹി മുഖമങ്ങ് താഴ്ത്തി പിടിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നുപോയി. വാഹനത്തിന്റെ ചാരത്ത് ചെന്നപ്പോ റസൂലുള്ളാഹി കെട്ടിപ്പിടിക്കുകയാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിയങ്ങ് പിടിക്കുകയാണ്. സ്വഹാബികൾ കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരിക്കലും മുത്തുനബി യാത്രയാക്കിയിട്ടില്ല. ഒരിക്കലും പ്രവാചകൻ ഇങ്ങനെ യാത്രയാക്കിയിട്ടില്ല. സ്വഹാബി പോലും ചോദിക്കുന്നു, നബിയേ ഇന്ന് എന്ത് പ്രത്യേകതയാ നബിയേ, എന്ത് പ്രത്യേകതയാ നബിയേ? അവസാന യാത്രയാക്കുന്നത് പോലെ എന്നെ യാത്രയാക്കുന്നല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവിടന്ന് യാത്രയാക്കുകയാണ്. അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ വാഹനത്തിൽ കയറ്റി അവിടെ നിന്ന് ഇങ്ങനെ യാത്ര പോവുകയാണ്. കണ്ണെത്താ ദൂരം വരെ പ്രവാചകൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇനി മടങ്ങി വരില്ലല്ലോ, അവസാന യാത്രയാണല്ലോ, ഇത് മരണത്തിലേക്കുള്ള യാത്രയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വരുമ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ എന്തേ നബിയേ ഇങ്ങനെ യാത്രയാക്കാനുള്ള കാരണം എന്തേ നബിയേ? സഹാബാ, അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോ ആരാ കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോ അതാ പറയുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സലാം കേൾക്കുകയാണ്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആരാ വന്നതെന്നറിയുമോ? ആരാ സലാം പറഞ്ഞതെന്നറിയുമോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹിക്ക് അത്ഭുതമായി മുത്തുനബി ചാടി എഴുന്നേൽക്കുകയാണ്.
അള്ളാന്റെ റസൂൽ അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമായി. എന്തേ സംഭവിച്ചത്? ജിബ്രീലാണ് പറഞ്ഞത് വരില്ലെന്ന്, ജിബ്രീലാണ് പറഞ്ഞത് വരില്ലെന്ന്. പക്ഷേ ഈ സ്വഹാബി ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാ. അള്ളാന്റെ റസൂൽ ചോദിക്കും, എന്തേ സംഭവിച്ചത്? എന്തേ സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇനി നീ തീരുമാനിക്കുമോളെ. ഇനി നീയാണ് തീരുമാനമെടുക്കേണ്ടത്. പണമുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാ. എന്തേ കഥ എന്നറിയുമോ? അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തും ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിക്കുകയാ. പടച്ചവനെ, ഒരു സ്ഥലത്ത് ചെന്നപ്പോ എല്ലാവരും ക്ഷീണത്തിലാണ്, എല്ലാവരും ക്ഷീണത്തിലാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ആ സമയത്ത് സ്വഹാബികളുണ്ടല്ലോ, ഒരു കുടിലിന്റെ മുന്നിലേക്ക് കടന്നുപോയി ഒരു പാവപ്പെട്ട കുടുംബം കാണുകയാണ്. ഒരു ചെറിയ വീട് കണ്ടു. ആ കുടിലിന്റെ മുന്നിൽ ചെല്ലുമ്പോ ഒരു പ്രായമുള്ള ഉമ്മയെ കാണുകയാണ്. അവര് പറഞ്ഞു, ഉമ്മാ, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളാ, യാത്ര ചെയ്ത് വല്ലാത്ത ക്ഷീണത്തിലാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ അല്പം ഭക്ഷണം വെച്ച് തരുമോ? അല്ലാഹുവേ, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു, ഞാൻ ഭക്ഷണം വെച്ച് തരാ. എല്ലാവരും കിടന്നുറങ്ങി. അവസാനം പടച്ചവരെ എഴുന്നേക്കുമ്പോ എല്ലാവർക്കും കഴിക്കാൻ സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. റബ്ബേ, എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ സ്വഹാബികൾ പറയുന്നു, സ്വഹാബികളുണ്ടല്ലോ, റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറയുന്നു, തങ്ങളെ, ആ ഉമ്മായിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെച്ച് തരാൻ കഴിയൂല. അവിടെ വേറെ ആരോപുണ്ട്. ആ ഉമ്മയല്ലാതെ വേറെ ആരോപുണ്ട്. അത് നമുക്കും അന്വേഷിക്കണമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ പ്രായം ചെന്ന ഉമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്ന, ഉമ്മ, ഒരിക്കലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെച്ച് തരാൻ കഴിയില്ലല്ലോ. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഉമ്മ? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഉമ്മ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു ചോദിക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, മോനെ, ഇവിടെ യതീമായ 2 പെൺമക്കളുണ്ട്. എനിക്ക് യതീമായ 2 പെൺമക്കളുണ്ട്. അവരുടെ വിവാഹപ്രായം കഴിഞ്ഞു. അവര് പാപങ്ങളാ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ഇവിടെ ഭക്ഷണം വെച്ച് തരാ പറഞ്ഞപ്പോ എന്റെ മക്കള് പറഞ്ഞതെന്തെന്നറിയുവോ? ഉമ്മാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ, അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ. എന്റെ മക്കളാ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് തന്നത്. ഉമ്മ പറയുകയാണ്, എന്റെ മക്കള് തീമീങ്ങളാ, ഞങ്ങൾ പാവപ്പെട്ടവരാ. എന്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അവിടുന്ന് പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അവിടുന്ന് വിളിക്കുന്നു സ്വഹാബ, തന്റെ കൂടെ വന്ന സ്വഹാബത്തിനെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ യതീമായ 2 പെൺകുട്ടികളുണ്ട്. ആരാ വിവാഹം കഴിക്കുന്നത്? ആരാ വിവാഹം കഴിക്കുന്നത്? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാ സഹാബ. നിങ്ങൾ ചോദിക്കുന്നത് എത്ര പണമാണോ? ഈ 2 പെൺമക്കളെ വിവാഹം കഴിക്കുന്നവർക്ക് എത്ര സമ്പാദ്യം വേണമെങ്കിലും ഞാൻ തരാ. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാ. അങ്ങനെ 2 സ്വഹാബികൾ തയ്യാറാവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ 2 പെൺമക്കളുടെ വിവാഹം അവർ ചോദിച്ചത് കൊടുത്തിട്ട് സ്വന്തം മക്കളെ പോലെ എവിടെന്ന് വിവാഹം നടത്തുകയാ. അല്ലാഹുവേ,
ആ സമയത്താണ് ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പിടിക്കാൻ ആകാശത്തിൽ നിന്ന് പടച്ചവരെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാ. അപ്പോഴാണ് വീടിന്റെ അകത്ത് നിസ്കാരപ്പായിലിരുന്നിട്ട് ആ യതീമായ പെൺമക്കൾ